ഓരോ ദിവസവും നീ എഴുന്നേൽക്കുന്നത് ജീവിക്കാനല്ല, തെളിയിക്കാൻ വേണ്ടിയാണ്. പാരൻസിനോട്, ഫ്രണ്ട്സിനോട്, കൊളീഗ്സിനോട്, വേൾഡിനോട്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ആരെയാണ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അവരെയൊക്കെയാണോ അതോ നിന്നെ തന്നെയോ? നീ പറയും, ഇതും കൂടി നേടിക്കഴിഞ്ഞാൽ ഫൈനലി ഞാൻ ഇനഫായി ഫീൽ ചെയ്യും. പക്ഷെ നിന്റെ ആ ലാസ്റ്റ് അച്ചീവ്മെന്റിന് ശേഷം എത്ര നേരം ആ സാറ്റിസ്ഫാക്ഷൻ ലാസ്റ്റ് ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാഴ്ച, ഒരു ദിവസം, കുറച്ച് മണിക്കൂറുകൾ, ഓർ ജസ്റ്റ് എ മൊമെന്റ്. നിനക്ക് നിന്നെ അംബീഷ്യസ് ആയി തോന്നുന്നു. നീ വിചാരിക്കുന്നു യു ജസ്റ്റ് വാണ്ട് മോർ. യു തിങ്ക് യു ആർ ഡ്രിവൺ. പക്ഷേ നീ സക്സസിനെ അല്ല ചേസ് ചെയ്യുന്നത്. യു ആർ റണ്ണിങ് ഫ്രം സംതിങ്. ബ്രെയിനിൽ ഒരു സേഫ്റ്റി സിസ്റ്റം ഉണ്ട്. അതിനുള്ളിൽ അമിഗ്ഡേല എന്നൊരു പോർഷൻ ഉണ്ട്. അത് ഡേഞ്ചറിനെ സ്കാൻ ചെയ്യുന്നു. ഫിസിക്കൽ ഡേഞ്ചർ മാത്രമല്ല, സോഷ്യൽ ഡേഞ്ചർ, റിജക്ഷൻ, ഫെയിലിയർ, ബീയിങ് ലെസ് ദാൻ. നീ അണ്ടർ പെർഫോമൻ്റ് ആയി നിനക്ക് തോന്നിയാൽ ബ്രെയിൻ നീ അൺസേഫ് ആയതുപോലെയാണ് റിയാക്ട് ചെയ്യുന്നത്. അത് സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. നീ ഫീൽ ചെയ്യുന്ന ആ പ്രഷർ അംബീഷൻ അല്ല, ദാറ്റ് ഈസ് സർവൈവൽ മോഡ്. നീ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ യു ഫീൽ റിലീഫ്, നോട്ട് ജോയ്, റിലീഫ്. അച്ചീവ്മെന്റ്സ് ഫീൽസ് ഗുഡ് ബിക്കോസ് ഇറ്റ് ടേൺ ഓഫ് ദ അലാം ഫോർ എ വൈൽ. എന്തുകൊണ്ട് സക്സസ് എന്നത് റിലീഫ് മാത്രമായി തോന്നുന്നു, നെവർ എ പീസ്? നീ കുഞ്ഞായിരിക്കുമ്പോൾ ലവ്ഡായി ഫീൽ ചെയ്യാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നിന്നെ അഭിനന്ദിച്ചത് നീ എന്താണ് എന്നതിനോ അതോ നീ എന്ത് ചെയ്തു എന്നതിനെയാണോ? ഗുഡ് ഗേൾ, ടോപ്പ് റാങ്ക്, സ്മാർട്ട്, റെസ്പോൺസിബിൾ. ലവ് എന്നും പെർഫോമൻസ് ആയി ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുവഴി നമ്മുടെ ബ്രെയിൻ പഠിക്കും, ഐ ആം സേഫ് വെൻ ഐ അച്ചീവ്. ഇത് നിങ്ങളുടെ ഇന്റേണൽ സേഫ്റ്റി സിഗ്നലായി മാറുന്നു. സെൽഫ് വർത്ത് എന്നത് പെർഫോമൻസ് ആയി മാറുമ്പോൾ ബ്രെയിനിലെ റിവാർഡ് സെന്റർ വെൻട്രൽ സ്റ്റിറം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓൺലി വെൻ യു അച്ചീവ്. പക്ഷെ അത് എന്നും ആക്ടിവേറ്റ് ആവില്ല. കാരണം അതിന്റെ തൊട്ടടുത്ത് ആന്റീരിയർ സിംഗുലർ കോർട്ടെക്സ്. അത് ഇററിനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, കമ്പയർ ചെയ്യുന്നു. നീ ഇപ്പോൾ എവിടെയാണ് ആൻഡ് ഇനി എനിക്ക് എവിടെ എത്തണം? ഗ്യാപ്പ് ഡിറ്റക്റ്റഡ്, ഇറർ ഡിറ്റക്റ്റഡ്. നിനക്ക് ഒരിക്കലും റെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ബ്രെയിൻ എന്നും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നോട്ട് ഇനഫ് യെറ്റ്. സോഷ്യൽ മീഡിയ ഈ പ്രോബ്ലത്തെ പതിവിലും മോശമാക്കുന്നു. ബ്രെയിൻ കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറകിലാണോ? മറ്റുള്ളവരെക്കാൾ ഞാൻ കുറവാണോ? ആരെങ്കിലും നിന്റെ മുന്നിലാണെന്ന് ബ്രെയിനിന് തോന്നിയാൽ അമിഗ്ഡേല പറയും, ഡേഞ്ചർ, യു ആർ ഫോളിങ് ബിഹൈൻഡ്. അപ്പോൾ നീ ഓടും, അച്ചീവ് ചെയ്യും, പോസ്റ്റ് ചെയ്യും, മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ പ്രൂവ് ചെയ്യും. കുറച്ച് സമയത്തേക്ക് ഡോപ്പമൈൻ സ്പൈക്ക് ആകും. പക്ഷെ ഡോപ്പമൈൻ എന്നത് ഹാപ്പിനെസ് അല്ല. ഇറ്റ് ഈസ് ആന്റിസിപ്പേഷൻ, ഇറ്റ് ഈസ് ചേസിങ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ്. സോ യു ചേസ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അച്ചീവ്മെന്റ് എന്നത് ഷെയിം ഒഴിവാക്കാനുള്ള ഒരു വഴിയായി മാത്രം തോന്നുന്നു. ഒരിക്കലും അതിൽ ജോയ് കിട്ടുന്നില്ല. നെർവസ് സിസ്റ്റം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അത് ഫിയറിനെ ഒഴിവാക്കാനുള്ള മാർഗമായി മാത്രം കാണുന്നു. അതുകൊണ്ട് സക്സസ് എന്നത് ഓക്കെ വാട്ട്സ് നെക്സ്റ്റ് എന്ന് തോന്നുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ഐ എം പ്രൗഡ്. സോ എങ്ങനെ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് അച്ചീവ്മെന്റ് ഫ്രം ഐഡന്റിറ്റി. നീ ചെയ്യുന്ന കാര്യങ്ങൾ നിന്റെ ഐഡന്റിറ്റി ആക്കി മാറ്റാതെ അതിനെ ജസ്റ്റ് ടാസ്ക് ആയി മാത്രം കാണാൻ ശ്രമിക്കുക. അതായത് യു ആർ ദ പേഴ്സൺ ഡൂയിങ് ദ വർക്ക്, യു ആർ നോട്ട് ദ വർക്ക് ഇറ്റ് സെൽഫ്. ഞാൻ സക്സസ്ഫുൾ ആയി എന്നതിന് പകരം ഞാനൊരു പ്രൊജക്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നാക്കാം. ഞാൻ ഫെയിലിയർ ആണ് എന്നതിന് പകരം ആ അറ്റംപ്റ്റ് വർക്ക് ആയില്ല എന്നാക്കാം. ആ സ്മോൾ ലാംഗ്വേജ് ഷിഫ്റ്റ് വഴി ഹ്യൂജ് നെർവസ് സിസ്റ്റം ഷിഫ്റ്റ് ഉണ്ടാവുന്നു. ചേഞ്ച് ദ റെഫറൻസ് പോയിന്റ്. ഇപ്പോൾ നിന്റെ റെഫറൻസ് പോയിന്റ് എന്നത് വളരെ എക്സ്ട്രീമാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ മുൻപിലാണോ? ഞാൻ മുന്നത്തേക്കാൾ ബെറ്റർ ആണോ? ഞാൻ ഇംപ്രസീവ് ആണോ? ഇത് പെർമനന്റ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിന്റെ റെഫറൻസ് പോയിന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ കമ്പാരിസൺ എന്നാക്കാം. ഞാൻ എൻ്റെ വാല്യൂയുടെ അക്കോർഡിംഗ് ഇന്ന് വർക്ക് ചെയ്തോ എന്ന് ഡെയിലി ചോദിക്കാം. ഞാൻ ആരെയും ഇംപ്രസ് ചെയ്തോ എന്നല്ല. നിന്റെ വാല്യൂ കൈൻഡ്നെസ് ആണെങ്കിൽ നീ ഇന്ന് കൈൻഡ്ലി ആക്ട് ചെയ്തോ എന്ന് ചോദിക്കാം. നിന്റെ വാല്യൂ ഗ്രോത്ത് ആണെങ്കിൽ നീ ഇന്ന് എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിക്കാം. ഈവൺ ഇഫ് നോ വൺ ക്ലാപ്സ്. അത് ബ്രെയിനെ സ്ലോലി പഠിപ്പിക്കും. സേഫ്റ്റി എന്നത് മറ്റുള്ളവരുടെ പ്രൈസിങ്ങിൽ ഡിപ്പെൻഡിങ് അല്ല എന്ന്. പ്രാക്ടീസ് ടോളറേറ്റ് സാറ്റിസ്ഫാക്ഷൻ.
സാറ്റിസ്ഫാക്ഷൻ എന്നത് അൺകംഫർട്ടബിൾ ആകുന്നു വെൻ ബ്രെയിൻ ഈസ് അഡിക്റ്റഡ് ടു പ്രഷർ. എല്ലാം കാമായി നടന്നാൽ ബ്രെയിൻ പറയും എന്തൊക്കെയോ തെറ്റുണ്ട്. കാരണം ടെൻഷൻ എന്നത് ഫെമിലിയർ ആയി ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് പുതിയ സ്ട്രെസ്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ന്യൂ ഗോൾ, ന്യൂ ഏർജൻസി, ന്യൂ കമ്പാരിസൺ. നീ എന്തെങ്കിലും ഫിനിഷ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത ടാർഗറ്റിൽ ജമ്പ് ചെയ്യാതെ കുറച്ചു നേരം പോസ്, സിറ്റ് ആൻഡ് ബ്രെത്ത്. ലെറ്റ് ദ സക്സസ് ലാൻഡ് ഈവൺ ഇഫ് ഇറ്റ് ഫെൽറ്റ് ഓക്വേർഡ്. അത് നെർവസ് സിസ്റ്റത്തെ റീട്രെയിൻ ചെയ്യുന്നു. ബ്രെയിനെ അത് പഠിപ്പിക്കുന്നു കാം എന്നത് സേഫ് ആണ്. സക്സസ് എന്നത് കാം ആകുന്നു, നോട്ട് ഏർജന്റ്. റെസ്റ്റ് എന്നതും അലൗഡഡ് ആകുന്നു. അച്ചീവ്മെന്റ്സ് എന്നത് എക്സ്പ്രഷൻ ആകുന്നു, എസ്കേപ്പ് ആവാതെ. യു ഡോണ്ട് ഹാവ് ടു കൊളാപ്സ് ടു റെസ്റ്റ്. യു ഡോണ്ട് ഹാവ് ടു വിൻ ടു ബ്രെത്ത്. യു ഡോണ്ട് ഹാവ് ടു പ്രൂവ് ടു എക്സിസ്റ്റ്. ആ ലൈഫും പോസിബിൾ ആണ്, നോട്ട് ബൈ ഡൂയിങ് മോർ ബട്ട് ബൈ ഫീലിംഗ് സേഫ് വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്. ആൻഡ് മേ ബി ടുഡേ യു സ്റ്റോപ്പ് പ്രൂവിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. നിനക്ക് എപ്പോഴൊക്കെയാണ് നിന്നെ തന്നെ പ്രൂവ് ചെയ്യണം എന്ന ഫീലിംഗ് ഉണ്ടായത്? കമന്റ് ബിലോ. നിന്റെ ലൈഫിലുള്ള ആരെങ്കിലും ഇത് കേൾക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായി ഷെയർ ചെയ്യും. നോട്ട് ടു മോട്ടിവേറ്റ് ദം ബട്ട് ടു ഫ്രീ ദം. Be who you were before the world asked you to prove yourself.